എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് മഹീനോം കെ നാം ദിനോം കെ നാം. മഹീനോം കെ നാം എന്ന് വെച്ചാൽ മാസങ്ങളുടെ പേരുകൾ, നെയിം ഓഫ് മന്ത്സ്. ദിനോം കെ നാം എന്ന് വെച്ചാൽ ദിവസങ്ങളുടെ പേരുകൾ, നെയിം ഓഫ് ഡേയ്സ് ഇൻ എ വീക്ക്. നിങ്ങൾ എത്ര പേർക്ക് ഇത് ശരിയായി ഹിന്ദിയിൽ ഉച്ചരിക്കാൻ അറിയാം? നമുക്കൊന്ന് നോക്കാം. महीनों के नाम, नेम ऑफ मंथ्स: जनवरी, जनवरी, फेब्रुअरी, फरवरी, मार्च, मार्च, अप्रैल, अप्रैल, मई, मई, जून, जून, जुलाई, जुलाई, अगस्त, अगस्त, सितंबर, सितंबर, अक्टूबर, अक्टूबर, नवंबर, नवंबर, ഡിസംബർ, ഡിസംബർ. അപ്പോ ഇങ്ങനെയാണ് ഇത് ഉച്ചരിക്കേണ്ടത്. അപ്പൊ ഇംഗ്ലീഷിൽ നിന്നും ചെറിയൊരു വ്യത്യാസം ഹിന്ദിയിൽ പറയുമ്പോൾ ഉണ്ട്. ഒട്ടും വ്യത്യാസമില്ലാത്ത മാസങ്ങളാണ് മാർച്ച്, ജൂൺ, ജൂലൈ, നവംബർ. ഇത്രയും മാസത്തിന് ഇംഗ്ലീഷിൽ പറയുന്ന അതേപോലെ തന്നെയാണ്, പക്ഷെ ബാക്കി എല്ലാത്തിനും ചെറിയ രീതിയിൽ വ്യത്യാസം വരാറുണ്ട്. പിന്നെ നിങ്ങൾ പാരഗ്രാഫുകളൊക്കെ വായിക്കുമ്പോൾ ഇതുപോലെ മാസങ്ങളുടെ പേരുകളൊക്കെ വരുവാണെങ്കിൽ ഒന്നുകൂടി ശ്രദ്ധിച്ചൊന്ന് വായിക്കാം. അതുപോലെ എഴുതുമ്പോഴും ഡയറി എഴുതുമ്പോഴൊക്കെ നമുക്ക് അതിലേറ്റവും അത്യാവശ്യം ഏത് മാസമാണ്, ഏത് ദിവസമാണെന്നൊക്കെ ഡയറിയിൽ മെൻഷൻ ചെയ്യണം അല്ലെ. അപ്പൊ ഹിന്ദിയിൽ ഡയറി എഴുതുക എന്നുള്ള ക്വസ്റ്റ്യൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇനി ഇതേപോലെ മാസങ്ങളുടെ ആ ഒരു നമ്പർ കൊടുക്കുന്നതിന് പകരം ഇതുപോലെ മാസങ്ങളുടെ പേര് എഴുതി നോക്കാം. ഇനി നമുക്ക് ആഴ്ചയിലെ ദിവസങ്ങളുടെ പേരുകളൊന്ന് നോക്കാം. നെയിം ഓഫ് ഡേയ്സ് ഇൻ എ വീക്ക്: സൺഡേ, രവിവാർ, മൺഡേ, സോമവാർ, ട്യൂസ്ഡേ, മംഗൾവാർ, വെനസ്ഡേ, ബുധവാർ, തേഴ്സ്ഡേ, ഗുരുവാർ, ഫ്രൈഡേ, ശുക്രവാർ, സാറ്റർഡേ, ശനിവാർ. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.